ഹലോ എവരി വൺ, ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സ്വിസ് സഞ്ചാരി. എല്ലാ സഞ്ചാരപ്രേമികൾക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കേപ്പ് പോയിന്റ്. പശ്ചിമ കേപ്പ് പ്രവിശ്യയിൽ തെക്കു പടിഞ്ഞാറൻ തീരപ്രദേശത്ത് കേപ്പ് പെനിൻസുലയിലെ ആഫ്രിക്കൻ നാഷണൽ പാർക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിനോട് ചേർന്ന് കിടക്കുന്ന കേപ്പ് പോയിന്റും സമീപ പ്രദേശങ്ങളിലെ അത്ഭുതകരമായ ദൃശ്യങ്ങളും പവിഴക്കല്ലുകളും വൈവിധ്യമാർന്ന സസ്യമൃഗ ജീവജാലങ്ങളും വിചിത്രമായ കടൽ തീരവും പരന്ന മണൽത്തിട്ടകളും ഭംഗിയുള്ള സമുദ്ര ദൃശ്യങ്ങളും ലൈറ്റ് ഹൗസിന് ചുറ്റുപാടുമുള്ള 360 ഡിഗ്രി പനോരമ കാഴ്ചകളും ചേർന്ന് സഞ്ചാരികൾക്ക് കാഴ്ചകളുടെ നല്ലൊരു വിരുന്നാണ് ഒരുക്കുന്നത്. ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മുനമ്പാണ് അഗുൾഹാസ് കേപ്പ്. കേപ്പ് പോയിന്റിന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന കേപ്പ് അഗുൾഹാസിലാണ് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് മഹാസമുദ്രവും തമ്മിൽ ഒന്നുചേരുന്നത്. സന്ദർശകർക്ക് സമുദ്രത്തിൻ്റെയും ചുറ്റുമുള്ള പാറക്കെട്ടുകളുടെയും അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനായി മുകളിലേക്ക് കയറാം. കേപ്പ് പോയിന്റിന് ചുറ്റുമുള്ള പാതകൾ വൈവിധ്യമാർന്ന ഹൈക്കിംഗ് അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വെല്ലുവിളി നിറഞ്ഞ റൂട്ടുകളും അതിശയകരമായ കാഴ്ചകളും അതുല്യമായ സസ്യജന്തുജാലങ്ങളും ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളാണ്. സമുദ്രനിരപ്പിൽ നിന്നും 238 മീറ്റർ പൊക്കത്തിലുള്ള പഴയ വിളക്കുമാടം മനോഹരമായ ഒരു സ്മാരകമാണ്. ഇത് 1859 നിർമ്മിച്ചത്. പാർക്കിംഗ് സ്ഥലത്തു നിന്നും ഈ ദീപസ്തംഭത്തിനടുത്തേക്ക് എത്താൻ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്യൂണിക്കുലർ സംവിധാനവും മിനി ബസ്സുകളുമുണ്ട്. ഫ്യൂണിക്കുലർ ഇറങ്ങി 200-ലധികം പടികൾ കയറി വേണം വിളക്കുമാടത്തിന് അടുത്തെത്താൻ. വിളക്കുമാടം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പ്രശ്നങ്ങളുണ്ടാക്കി തുടങ്ങി. ശക്തമായ പ്രകാശ സ്രോതസ്സായിരുന്നിട്ടും കപ്പൽ ഛേദങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് ഈ ദീപത്തെ മറച്ചു കളയുന്ന ഒരു അത്ഭുത പ്രതിഭാസം ഇവിടെ നടനമാടുന്നുണ്ടായിരുന്നു. പ്രകൃതിയെ കീഴടക്കാനുള്ള മനുഷ്യൻ്റെ ആവേശത്തിൻ്റെ പ്രതീകമായി കടൽ പരപ്പിൽ നിന്നും പൊക്കത്തിൽ തല ഉയർത്തി നിൽക്കുന്ന വിളക്കുമാടം ഇന്ത്യയിൽ നിന്നും മറ്റു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രകൃതി വിഭവങ്ങളും മനുഷ്യരെയും കടത്തിയിരുന്ന കൊളോണിയൽ ശക്തികളുടെ കപ്പൽ യാത്രകളുടെ പ്രധാന പാതയിലെ വെളിച്ചമായിരുന്നു ഈ ദീപസ്തംഭം. മിക്കപ്പോഴും മഞ്ഞും മേഘങ്ങളും മൂടിക്കിടന്നതിനാൽ കപ്പിത്താന്മാർക്ക് ഇതിലൂടെയുള്ള യാത്ര അതികഠിനമായിരുന്നു. രണ്ട് മഹാസമുദ്രങ്ങൾ സംഗമിക്കുന്ന സ്ഥലത്തെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.